അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് ബഹുമാനപ്പെട്ട ജാബിർ നിസാമി ഉസ്താദ്. പല വീഡിയോസുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് അസുഖബാധിതർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ മറ്റുള്ളവരുടെ സഹജീവികളുടെ അടുക്കലേക്ക് ഓടിയെത്തി അവരുടെ പ്രയാസങ്ങൾ കണ്ട് അവരിലേക്ക് ജനങ്ങളുടെ സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു യുവ പണ്ഡിതൻ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബലം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ ചെറിയ കുട്ടിയാണ് അല്ലേ? ആ കുഞ്ഞിന് മാഷാ അല്ലാ, ആ കുഞ്ഞിനെ നോക്കിയിരിക്കാൻ തന്നെ എന്ത് സന്തോഷമാണ്. ആ കുട്ടി മാരക രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. വലിയ ഒരു തുക തന്നെ ആ കുഞ്ഞിൻ്റെ ചികിത്സാവശ്യാർത്ഥം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഓടിയെത്തുന്ന ആ ഉസ്താദിൻ്റെ കുഞ്ഞിനെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സഹോദരങ്ങളെ, അല്ലേ? നമ്മളങ്ങനെ ചേർത്ത് പിടിച്ചാൽ അള്ളാഹു നമ്മൾ ഏറ്റെടുക്കൂലേ? ഏതായാലും ആ വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് സാഹിബ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങളൊന്ന് കാണുക. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക, കുഞ്ഞു മോനെ ഒന്ന് ചേർത്ത് പിടിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മാരകമായ അത്തരം അസുഖങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേദനിച്ച് വേദനിച്ച് നെഞ്ചു പൊട്ടിക്കരയുന്ന ഈ കുഞ്ഞിന്റെ ഓരോ വാക്കുകളും നന്മയുള്ള, മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യന്റെയും നെഞ്ചിലേക്ക് തറച്ചു കയറും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു 10 മിനിറ്റ് ഈ കുഞ്ഞിന് വേണ്ടി ചെലവഴിക്കണം. ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങളുടെ ഫേസ്ബുക്ക്, ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. 80 ലക്ഷം രൂപ എന്ന ഈ വലിയ ഭീമമായ പണം കണ്ടെത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും കരുണ വേണം, നിങ്ങളുടെ കാരുണ്യം വേണം. ഉമ്മ എന്ന് വിളിക്കണ്ടേ അവന്, ഉമ്മ എന്ന് വിളിക്കണ്ടേ അവന് രുചിച്ച് ഭക്ഷണം കഴിക്കേണ്ട പ്രിയമുള്ളവരെ, ആ നാവ് കൊണ്ട് സംസാരിക്കണ്ടേ പ്രിയമുള്ളവരെ. കൊടക് ജില്ലയിലെ ജാബിർ നിസാമി ഉസ്താദിന്റെ പൊന്നുമോൻ അനീസ് മോന്റെ അവസ്ഥയാണ്. ലിംഫോമാട്ടം എന്ന മാരകമായ അപൂർവങ്ങളിൽ അപൂർവമായ അസുഖം ബാധിച്ച് ഇന്ന് ചികിത്സയ്ക്ക് വേണ്ട 80 ലക്ഷം രൂപയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കാഴ്ച. ഉപ്പ എന്ന് വിളിക്കേണ്ട നാവ പ്രിയമുള്ളവരെ, ഉമ്മ എന്ന് വിളിക്കേണ്ട നാവ, രുചിച്ച് ഭക്ഷണം കഴിക്കേണ്ട നാവ ഇന്ന് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മക്കളെ സ്നേഹിക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലെ? മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ ഇന്ന് ഈ പൊന്നുമോന്റെ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്താൻ യാതൊരുവിധ മാർഗവുമില്ലാതെ ഒട്ടനവധി രോഗികൾക്ക് ആശ്രയമായ ജാബിർ നിസാമി ഉസ്താദ് എന്ന ഈ പണ്ഡിതന്റെ പൊന്നുമോനാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് എന്നുള്ളതാ. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു 10 മിനിറ്റ് ഈ കുഞ്ഞിന് വേണ്ടി ചെലവഴിക്കണം. ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങളുടെ ഫേസ്ബുക്ക്, ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. മക്കളെ സ്നേഹിക്കാത്ത ആരും ഉണ്ടാവില്ല, മക്കളോട് കരുണ കാണിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അത്രത്തോളം വേദന സഹിച്ച് ഈ കുഞ്ഞ് ഇവിടെ കരയുന്നത് എന്തിനെന്നറിയോ? വേദനിച്ചിട്ടാ, അല്ലാതെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയോ മിഠായിക്ക് വേണ്ടിയോ അല്ല പ്രിയപ്പെട്ടവരെ. 80 ലക്ഷം രൂപ എന്ന ഈ വലിയ ഭീമമായ പണം കണ്ടെത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും കരുണ വേണം, നിങ്ങളുടെ കാരുണ്യം വേണം. ആ നാവ് വീർത്ത് വീർത്ത് ഇന്ന് മുറിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഒന്ന് അവരെ രക്ഷപ്പെടുത്തി നമുക്ക് എടുക്കാം. ആ നാവ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. പക്ഷെ പണമില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് തന്റെ മാനവും അഭിമാനവും എല്ലാം പണയപ്പെടുത്തി പ്രിയപ്പെട്ട ജാബിർ നിസാമി ഉസ്താദ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷം നരകയാതന അനുഭവിച്ച് ഈ കുഞ്ഞു മുന്നോട്ട് പോയൊരവസ്ഥ കണ്ടു നിൽക്കുന്ന ഈ മാതാപിതാക്കളുടെ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? നമുക്കൊക്കെ ഒട്ടനവധി സ്വത്തുക്കൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതുപോലുള്ള ഒരു മകനുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കാൻ ഒരു മാതാപിതാക്കൾക്കും കഴിയില്ല. നിത്യേനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ മക്കൾക്ക് നീ മാരകമായ അസുഖം കൊടുക്കല്ലേ എന്നുള്ളത്, അല്ലെ? ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, മക്കൾക്ക് നീ മാരകമായ അസുഖം കൊടുക്കല്ലേ, ഞങ്ങൾക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല റബ്ബേ എന്ന് പറയാറുണ്ട്, അല്ലെ? അതുപോലുള്ള ഒരവസ്ഥ ഈ പൊന്നുമോനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് കരുണ കാണിക്കണം. ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നിങ്ങൾ നൽകണേ എന്ന് വിനീതമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് രോഗികൾക്ക് വേണ്ടിയും എന്റെ മുമ്പിൽ കണ്ണീരോടെ വരുന്ന രോഗികൾക്ക് വേണ്ടിയും സഹായം അഭ്യർത്ഥിക്കുമ്പോ എന്റെ വാക്കുകൾ പതറാറില്ല. അവർക്ക് വേണ്ടിയൊക്കെ നന്മയാർന്ന ഒരുപാട് രോഗികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ സഹായിച്ചതുകൊണ്ട് ഇന്നിവിടെ എന്റെ കൂടെ നിൽക്കുന്നത് ഞാൻ എന്റെ കുടുംബത്തെക്കാളും ഏറ്റവും സ്നേഹിക്കുന്ന, നിങ്ങൾ കാരണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന രോഗികളും രോഗികളുടെ കുടുംബക്കാരാണ്.
എന്റെ അനീസിന്റെ അവസ്ഥ നിങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഇന്ന് നേരത്തെ ജനിച്ച അന്ന് നാളെ തൊട്ട് എന്റെ മോന് മാരകമായ ലിംഫോമോ ടങ്ക് എന്ന് പറയുന്ന ഒരു അപൂർവമായ രോഗം ബാധിച്ചിട്ട് എന്റെ മോന് വല്ലാത്തൊരു വിഷമം അനുഭവിക്കുകയാണ്. കാരുണ്യ മനുഷ്യരായ നിങ്ങളൊക്കെ സഹായിച്ചത് കൊണ്ടാണ് എന്റെ കയ്യിലുള്ള ഈ മുഴുവൻ ഹോസ്പിറ്റലുകളിലേക്ക് എന്റെ മോനെ കൊണ്ടുപോകാൻ സാധിച്ചത്. നിങ്ങൾ സഹായിച്ചിട്ടാ. ഒരുപാട് മാറ്റങ്ങൾ എന്റെ പൊന്നുമോന്റെ രോഗത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. സാമ്പത്തികമായി മാത്രമല്ല, എന്റെ മോന്റെ പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോയ ഒരു പിതാവാണ് ഞാൻ. എന്നോട് ഫിറോസ്ക പലപ്പോഴും എന്റെ മോൻ പറയുന്ന ഒരു വാക്കുണ്ട്, വേദനിക്കുന്നു. ഇന്ന് രാവിലെയും എണീക്കുന്ന സമയത്ത് എനിക്ക് നാവ് വേദനിക്കുന്നു എന്ന് പറയുമ്പോ, വിഷമിക്കല്ലേ, ടെൻഷനാവല്ലേ മോനെ, ക്ഷമിച്ചാല് പ്രതിഫലമുണ്ടെന്ന് ആ മോനോട് പറയുമ്പോ ആ മോൻ എന്നോട് പുഞ്ചിരിച്ച് പറയുന്നൊരു ചോദ്യമുണ്ട്. പുഞ്ചിരിച്ചിട്ടാ ചോദിക്കുന്നത്, ഉപ്പ ഞാൻ ടെൻഷനാക്കൂല, ഞാൻ വേദനയാവൂല, ഉപ്പാന്റെ നാവ് എനിക്ക് തന്നാ മതി, എന്റെ നാവ് ഉപ്പ എടുത്താ മതി, എന്റെ എല്ലാ പ്രശ്നവും തീരും എന്ന് പറയുമ്പോ, ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുമോൻ അനീസിന് ഞാൻ എന്റെ നാവ് പകുത്തു നൽകും. ഇത് വല്ലാഹിയാക്ക്. എന്റെ മോന്റെ ഓരോ വേദനകളും എനിക്ക് പറ്റുന്നില്ല. നല്ല സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടക്കുന്ന മോനാ, എന്നും കടന്നുറങ്ങുന്ന മോനല്ല. പക്ഷേ അവൻ അനുഭവിക്കുന്ന വേദന, ഞാൻ എപ്പ അൽഫാമ് തിന്നു, ഞാൻ എപ്പ ഷവർമ തിന്നു, ഇത് 1.5 മാസം കൊണ്ട് 1 മാസം കൊണ്ട് ചോദിക്കുന്ന ചോദ്യമല്ല. കഴിഞ്ഞ 6 വർഷമായി എന്റെ മോൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. നന്മയാർന്ന പൊതുസമൂഹത്തോട് എനിക്കിങ്ങനെ സഹായം ചോദിക്കാൻ വല്ലാത്ത മടിയുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്.